തൻ്റെ സ്വന്തം വചനമാക്കിക്കൊണ്ട് ഒരു സഭയ്ക്കും ഒരു ഇടയനും വേണ്ടിയിട്ട് അദ്ദേഹം ദാഹിച്ചു, പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി പരിശ്രമിച്ചു, തെറ്റിദ്ധാരണകൾക്ക് വിധേയനായി ത്യാഗങ്ങൾ സഹിച്ചു എന്ന് വരികിലും സ്ഥിരമായി നിന്നു ദൈവത്തിലുള്ള തൻ്റെ ശക്തിയിൽ, തൻ്റെ ബഥനി സന്യാസത്തിൻ്റെ ശക്തിയിൽ, ദൈവത്തിൻ്റെ കൃപയിൽ ശക്തിപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആ ശുശ്രൂഷ നിർവഹിച്ചു. അതുകൊണ്ടിതാ സഭയെ സംബന്ധിച്ചിടത്തോളം ഐക്യത്തിൻ്റെ കൂദാശയായ ഒരു വ്യക്തിസഭ സാർവത്രിക സഭയിൽ പ്രശോഭിക്കുന്നു, അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു, ശക്തി പ്രാപിക്കുന്നു. മറ്റ് സഭകൾക്കെല്ലാം പ്രചോദനം പകരുന്ന രീതിയിൽ ആരാധനയുടെ അനുഭവത്തിലും വചനത്തിൻ്റെ പ്രഘോഷണത്തിലും സ്നേഹത്തിൻ്റെ സാക്ഷ്യത്തിലും ഒന്നു ചേർന്ന് നിൽക്കുന്ന ഒരു സഭയായി വന്നിരിക്കുന്നു. അതിൻ്റെ വാർഷികമാണ് പ്രിയമുള്ളവരെ നമ്മൾ ആഘോഷിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്, നമ്മുടെ നേട്ടങ്ങളൊന്നുമല്ല. ദൈവം നമ്മുടെ പിതാക്കന്മാരിലൂടെയും ഇവിടെ അണിനിരന്നിരിക്കുന്ന കാർമ്മികരായ പിതാക്കന്മാരിലൂടെ ഇപ്പോഴും വൈദിക സഹോദരങ്ങളിലൂടെയും സമർപ്പിതരിലൂടെയും ആത്മായ സഹോദരീ സഹോദരന്മാരിലൂടെയും എല്ലാം നിരന്തരം നിർവഹിച്ചുകൊണ്ടുള്ള ദൈവകൃപയ്ക്ക് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാർഷികം ആഘോഷിക്കുകയാണ്. അതെ, ഒരു ജനതയുടെ ചരിത്രമാണ് ഈ സഭയിലൂടെ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിൽ നമുക്കറിയാമല്ലോ, ദൈവം ഒരു ജനതയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അബ്രാഹത്തെ വിളിച്ചത്. പ്രത്യേകം വിളിച്ചു. അബ്രാഹത്തിലൂടെ പിതാക്കന്മാർക്ക് രൂപം കൊടുത്തു. അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണെന്ന് എന്നാണ് ഏറ്റവും പൗരാണികമായ ദൈവത്തിൻ്റെ വിശേഷണം മനുഷ്യൻ കൊടുത്ത വിശേഷണമാണത്. ഒരു ജനതയുടെ പേരിലാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ ജനം പ്രാർത്ഥിക്കുന്നത്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. എന്നാൽ പിതാക്കന്മാരുടെ ആ പൈതൃകമായ പരിപാലനയിൽ വളർന്ന ജനം അടിമത്തത്തിലേക്ക് പോയി. ലോകത്തിൽ തിന്മയുടെ പ്രവർത്തനമുണ്ട്, എപ്പോഴുമുണ്ട്, ഇന്നുമുണ്ട്. അപ്പോൾ ഈ തിന്മയുടെ പ്രവർത്തനത്തിൽ അടിമത്തത്തിലാകുന്ന ജനത്തെ വിമോചിക്കുവാനായിട്ട് ദൈവം വിമോചകന്മാരെ അയക്കാറുണ്ട്. ഒരു മോശയെ അയച്ചു, ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് തൻ്റെ ജനത്തെ വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി. പ്രിയമുള്ളവരെ, ഇതാ നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഒരു വിമോചകൻ, മാർ ഇവാനിയോസ്, മോശയുടെ സ്ഥാനത്ത് നിൽക്കുന്നവനാണ്. ഈ സഭയെ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നവനാണ്. ചിതറിപ്പോയ ആടുകളെ ഒന്നിച്ചു കൂട്ടിയവനാണ്. ഒരു സഭാഗാത്രമാക്കി മാറ്റിയവനാണ്. നമുക്കെന്നും നിത്യപ്രകാശമായിട്ട് നമ്മുടെ മുന്നിൽ ദൈവത്തോടൊപ്പം നിൽക്കുന്നവനാണ്. അപ്പോൾ ആ മാർ ഇവാനിയോസിൻ്റേതായ ആ വിമോചന ദൗത്യം നമ്മുടെ ഈ പുനരൈക്യ വാർഷികത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അനുസ്മരിക്കണം. നാം യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക്, സാർവത്രിക സഭയുടെ കൂട്ടായ്മയിലേക്ക് വന്ന് ദൈവം പ്രവർത്തിക്കുന്ന ആ വിശുദ്ധിയുടെ പൂർണ്ണത കണ്ടെത്തുവാൻ നമുക്ക് സാധിച്ചതിലുള്ള ആ ആനന്ദമാണ് പുനരൈക്യ വാർഷികത്തിൽ നമ്മൾ ആഘോഷിക്കേണ്ടത്. അപ്പോഴങ്ങനെയുള്ള മോശയുടെ കാലം കഴിഞ്ഞു. മാർ ഇവാനിയോസ് കാലം ചെയ്തു. നമുക്ക് ഭദ്രദൈവമായി അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. പിന്നീട് ജോഷുവ വന്നു. കാനാൻ നാട് പിടിച്ചടക്കി ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വാഗ്ദാന നാട് സ്വന്തമാക്കുവാൻ വേണ്ടി ഈ സഭയുടെ വ്യക്തിത്വം എന്താണെന്ന് ലോകത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരു ജോഷുവ വന്നു. ആ ജോഷുവ സിറൽ മാർ ബസേലിയോസ് തിരുമേനി തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യകാലത്ത് ഈ സഭയ്ക്ക് കൊടുത്ത രൂപവും ഭാവവും ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. ജോഷുവയുടെ കാലവും കഴിഞ്ഞു. ഇപ്പോഴിതാ ദാവീദ് അഭിഷിക്തനായിരിക്കുന്നു. ജസയുടെ ഇളയ മകൻ ദാവീദിനെ കർത്താവ് അഭിഷിക്തനാക്കിയതുപോലെ നിങ്ങളുടെ സഭയിലെ ഒരു ഇളയ മകനെ കാതോലിക്കാവായി അഭിഷേകം ചെയ്ത് നിങ്ങൾക്കിതാ ശുശ്രൂഷ ചെയ്യുവാനായി നിങ്ങളുടെ പരമാധ്യക്ഷനായി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സഭ വളരുന്നു. അദ്ദേഹത്തോടൊപ്പം മറ്റ് രാജകീയ ശുശ്രൂഷ, പൗരോഹിത്യ ശുശ്രൂഷ, ഐക്യ ശുശ്രൂഷ ചെയ്യുന്ന പിതാക്കന്മാരുടെയും ശക്തിയിൽ ദൈവരാജ്യമാകുന്ന ഈ വ്യക്തിസഭ ശക്തമായി നിലകൊള്ളുകയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നോക്കുക, ചരിത്രത്തിലൂടെ ദൈവത്തിൻ്റെ ജനം വളർന്നതുപോലെ തന്നെ ഈ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ, ഇന്നത്തെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ, സാർവത്രിക സഭയുടെ ചരിത്രത്തിൽ മലങ്കര കത്തോലിക്ക സഭ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം നിങ്ങൾക്കറിയാവുന്നത് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് സന്തോഷിക്കാം, ദൈവത്തിന് നന്ദി പറയാം. തീർച്ചയായിട്ടും ദൈവം ഈ സഭയോടൊപ്പമുണ്ട്. കാരണം ഇത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. നാം എല്ലാം അതിൽ പങ്കാളികളാകുന്നു. ആ അനുഗ്രഹത്തിന് നമ്മൾ പാത്രീഭൂതരാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവം ഇനിയും പ്രവർത്തിക്കും, ഇനിയും പിതാക്കന്മാരെ നൽകും, ഇനിയും വൈദിക ശുശ്രൂഷകരെ നൽകും.
ഇനിയും ദൈവജനത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിക്കും, ദൈവജനത്തിൻ്റെ വിശുദ്ധി കൂടുതൽ പ്രകാശിതമാകും. അങ്ങനെ കർത്താവിൻ്റെ സഭയിൽ നമുക്ക് നിർവഹിക്കുവാനുള്ള ദൗത്യം പൂർത്തിയാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇത് സഭാപരമായിട്ടുള്ള നമ്മുടെ ദൗത്യമാണ്. ഈ ദൗത്യമാണ് സാർവത്രിക സഭയിൽ നമുക്ക് നിർവഹിക്കാനുള്ളത്. ഇതിൽ എല്ലാ സഭകളും സന്തോഷിക്കുകയാണ്. മലബാർ കത്തോലിക്ക സഭ സന്തോഷിക്കുന്നെന്നും ആ സഭയിലെ പിതാക്കന്മാർ നിങ്ങളോടൊപ്പം ഒന്നുചേർന്ന് നിൽക്കുന്നെന്നും ഒക്കെ കാതോലിക്ക ബാബ തിരുമേനി അനുസ്മരിച്ചുവല്ലോ. പിതാവിൻ്റെ സ്വാഗത വാക്കുകൾക്ക് നന്ദി പിതാവേ. അതുപോലെ തന്നെ എന്നും ഈ സ്വാഗതം എനിക്കുണ്ട് എന്നും എനിക്കറിയാം. നാം എല്ലാം ഒന്നു ചേർന്ന് സാർവത്രിക സഭയെ പടുത്തുയർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, നാം ഒന്ന് ഓർക്കുക, സാർവത്രിക കത്തോലിക്ക സഭ നവസുവിശേഷവൽക്കരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് പരിശുദ്ധ പിതാവ്. എന്ന് വെച്ചാൽ എല്ലാവരും അതിലൂടെ ഒന്നുകൂടെ പ്രവേശിക്കണം, കയറി ഇറങ്ങണം. കർത്താവിൻ്റെ ആലയത്തിൽ ആടുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ദേവാലയത്തിൽ പ്രസംഗിച്ചിരുന്നപ്പോഴും ആളുകൾ അങ്ങനെയായിരുന്നു, കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. മേച്ചൽ സ്ഥലങ്ങൾ കണ്ടെത്തുന്നു, തിരിച്ചു വന്ന് വിശ്രമിക്കുന്നു. അതുപോലെ ഈ കത്തോലിക്ക സഭയിൽ ദൈവജനം പുതിയ മേച്ചൽ സ്ഥലങ്ങൾ കണ്ടെത്തണം, അവർ കയറി ഇറങ്ങണം. സാർവത്രിക സഭയുടെ കൂട്ടായ്മ കണ്ട് ലോകം മുഴുവൻ ആനന്ദിച്ച് സന്തോഷിച്ച് ദൈവത്തെ പ്രകീർത്തിക്കണം. അതാണ് നവസുവിശേഷവൽക്കരണം. ഈ നവസുവിശേഷവൽക്കരണം നടക്കണമെന്ന് വരികിൽ സഭയിലെ നേതാക്കന്മാരായിട്ടുള്ള പിതാക്കന്മാരിലൂടെയും വിശുദ്ധരായിട്ടുള്ള വ്യക്തികളിലൂടെയും ഒക്കെ സംഭവിച്ചത് നമ്മിലും സംഭവിക്കണം. ഒരു ഉദാഹരണം മാത്രം ഞാൻ എടുത്തു പറയട്ടെ. ആ ഉദാഹരണത്തിൻ്റെ പിന്നിൽ അനേകായിരം ഉദാഹരണങ്ങളുണ്ട്. മോശയെ നമ്മൾ ചിന്തിച്ചു, പ്രവാചകന്മാരെ എടുത്തു നോക്കുക. എല്ലാവരും ദൈവത്തെ കണ്ടെത്തിയവരാണ്. മുൾപടർപ്പിലാണ് മോശ ദൈവത്തെ കണ്ടെത്തിയത്. തീ കനലുകൊണ്ടാണ് പ്രവാചകൻ ശുദ്ധീകരിക്കപ്പെടുന്നത്. നമുക്കറിയാം, 12 പേരും ഉദ്ധാന മഹത്വവും പരിശുദ്ധാത്മാവിൻ്റെ ആവാസവും ലഭിച്ചു കഴിഞ്ഞപ്പോൾ ലോകമെമ്പാടും പോയി ദൈവത്തിൻ്റെ സന്ദേശം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുന്നു എന്ന്. ഒരു തോമ സംശയഗ്രസ്തനായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നുപോയി എന്ന് വരികിലും പിന്നീട് ഈ ഭാരതത്തിൽ വന്നതിന് ശേഷം എന്തെങ്കിലും സംശയിച്ചോ? സംശയിച്ചിരുന്നെങ്കിൽ നാം ഇവിടെ ഉണ്ടാകുമായിരുന്നോ? പ്രിയമുള്ളവരെ, സംശയലേശമെന്നിയെ ദൈവവചനത്തിൻ്റെ ശക്തിയിൽ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ മുന്നേറേണ്ട ഒരു സഭകളാണ് നമ്മളെല്ലാവരും എന്നുള്ള ബോധത്തിൽ നാം നിലനിൽക്കണം, വളരണം. ഇതാണ് നവസുവിശേഷവൽക്കരണം. 12 പേരും അവരുടെ പിൻഗാമികളുമൊക്കെ ദൈവത്തെ കണ്ടറിഞ്ഞ് അനുഭവിച്ച ആ ആവേശത്തിൽ തങ്ങളുടെ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തതുപോലെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയിട്ട് കാടും നാടും വീടും വിട്ട് കരയും കടലും കടന്ന് ഇതുപോലുള്ള പ്രദേശങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു എന്ന് വരികിൽ എന്ത് ത്യാഗങ്ങൾ സഹിക്കുവാനുമുള്ള താല്പര്യത്തോടുകൂടി നമ്മൾ വചനം പ്രഘോഷിക്കണം. ഒരു ഫ്രാൻസിസ് അസീസി 18 വയസ്സ് വരെ ധനാഢ്യനായ തൻ്റെ പിതാവിനോടൊപ്പം ജീവിക്കുകയാണ്. പക്ഷേ ആന്തരികമായിട്ടുള്ള ഒരു വലിയ ദാരിദ്ര്യമാണ് അദ്ദേഹത്തിന്. ദൈവത്തെ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. സമ്പത്തിൻ്റെ സമൃദ്ധി ഉണ്ടെങ്കിൽ പോലും ദൈവാനുഭവം ലഭിക്കുന്നില്ല. ആ ശുഷ്കതയിൽ അദ്ദേഹം സാൻ ദബ്യാനോ എന്ന് പറയുന്ന ഒരു ദേവാലയത്തിൽ പ്രവേശിക്കുകയാണ്. ക്രൂശിത രൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വചനം കേൾക്കുന്നു. ഫ്രാൻസിസ്, റീബിൽഡ് മൈ ചർച്ച് as you see it is in ruins. ഫ്രാൻസിസേ, നീ എൻ്റെ പള്ളി പണിയുക, നീ കാണുന്നത് പോലെ അത് ജീർണിച്ചിരിക്കുകയാണ് എന്ന്. അപ്പോൾ ഫ്രാൻസിസ് ആകമാനം ആ സാൻ ദമിയാനോ ദേവാലയത്തിലേക്ക് നോക്കി. അത് പൊട്ടിയും പൊളിഞ്ഞുമൊക്കെ കിടക്കുന്ന ജീർണാവസ്ഥയിലുള്ള ഒരു ദേവാലയമായിരുന്നു. ഈ ദേവാലയം പുതുക്കി പണിയാനാണ് ദൈവത്തിൻ്റെ സ്വരം തന്നോട് ആവശ്യപ്പെടുന്നതെന്ന് കരുതി അദ്ദേഹം ആ ദേവാലയം പുതുക്കിപ്പണിതു. വളരെയേറെ കഷ്ടപ്പെട്ട് പണിതു. അതുമാത്രമല്ല, അടുത്തുണ്ടായിരുന്ന സാം പേത്രോ ദേവാലയവും പുതുക്കിപ്പണി. പിന്നെയും ഉള്ളിൽ ദൈവത്തിൻ്റെ ശബ്ദം, ഫ്രാൻസിസ്, റീബിൽഡ് മൈ ചർച്ച്, ഇറ്റ് ഈസ് ആസ് യു സീ ഇൻ റൂയിൻസ്. അതേ വചനം ആവർത്തിക്കുകയാണ്. പള്ളി പണിയണമെന്നുള്ള ആ ഭാഗത്തിനെ വചനത്തിൻ്റെ ശക്തമായ ഒരു സ്വരം കേൾക്കുന്നു. അദ്ദേഹം മനസ്സിലാക്കി, ഇപ്പോൾ ബാഹ്യമായ ദേവാലയം പണിയാനല്ല ദൈവം എന്നോട് ആവശ്യപ്പെടുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ മെത്രാൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, കർത്താവിൻ്റെ സഭ ജീർണാവസ്ഥയിലാണെന്നുള്ള വസ്തുതയൊന്ന് പുറത്തു പറയുവാൻ എന്നെ അനുവദിക്കണമേ എന്നായിരുന്നു. ഈ അനുവാദമാണ് അദ്ദേഹം ചോദിച്ചതും ആ അനുവാദമാണ് അദ്ദേഹത്തിന് കിട്ടിയതും അതാണ് അദ്ദേഹം ഉദ്ഘോഷിച്ചതും
അതുവഴിയാണ് അന്ന് ഇറ്റലിയിലെ സഭയിലും സാർവത്രിക സഭയിലും നവീകരണത്തിൻ്റെ ഒരു അടി ഉണ്ടായതുമെന്ന് നമുക്കറിയാം. അതെ, ഇന്ന് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 ഒരു ഫ്രാൻസിസിനെ പോലെ നമ്മോട് ആവശ്യപ്പെടുകയാണ്, റീബിൽഡ് മൈ ചർച്ച്. കർത്താവിൻ്റെ സഭയെ പുതുക്കി പണിയണം. പ്രത്യേകിച്ച് ചില രാജ്യങ്ങളിൽ ഈ പുതുക്കി പണിയൽ വളരെ കൂടുതലായി ആവശ്യമായിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലുള്ള ചില മറ്റ് നാടുകളിലും. പ്രിയമുള്ളവരെ, നമുക്ക് സാർവത്രിക സഭയോട് ചേർന്ന് ഈ സഭയെ പുതുക്കി പണിയുന്ന ശുശ്രൂഷയിൽ പങ്കുചേരാം. നവസുവിശേഷവൽക്കരണത്തിൽ ആവേശപൂർവ്വം പങ്കുചേരാം. കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം പ്രഥമത ഒരു സന്ദേശമാണ്, അതോടൊപ്പം അതൊരു സാക്ഷ്യമാണ്. സന്ദേശവും സാക്ഷ്യവുമായിട്ട് സ്നേഹത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ സഭയിൽ ഈ സ്നേഹ സന്ദേശവും ഈ സ്നേഹസാക്ഷ്യവും നമുക്ക് തുടർന്ന് കൊടുക്കാം. ഒരു വ്യക്തിസഭയിൽ അത് എത്രമാത്രം സജീവമാണോ അതിനനുസരിച്ച് അത് മറ്റ് സഭകളിലേക്കും വ്യാപിക്കും, ജനസമൂഹത്തിലേക്കും വ്യാപിക്കും. അങ്ങനെ നവസുവിശേഷവൽക്കരണത്തിനൊരു പുതിയ തുടക്കം നമ്മുടെ സഭയിലും ഉണ്ടാകട്ടെ. നമ്മുടെ സഭ സജീവമാണ്, ശക്തമാണ്, വിശ്വാസത്തിൽ വളരെയേറെ ആഴപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ എന്ന് വരികിലും കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള ചില സ്വഭാവങ്ങളൊക്കെ നമ്മെയും ഗ്രസിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. എന്നാൽ ആ കാലഘട്ടത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, കർത്താവിൻ്റെ സഭയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, വിശുദ്ധരായിട്ടുള്ള വ്യക്തികളെ സഭയിൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നവസുവിശേഷവൽക്കരണ പാതയിൽ നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ള ഒരു പാതയാണ് ഈ പുനരൈക്യ വാർഷികത്തിന് ശേഷം നാം ഇനി മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാം സന്തോഷിച്ച് ആനന്ദിച്ച് പോകണമെന്ന് വിശുദ്ധ കുർബാനയുടെ അവസാനം പറയും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നും അവർ യാചിക്കും. പരസ്പരം പ്രാർത്ഥിച്ചും സന്തോഷിച്ചാനന്ദിച്ചും കർത്താവിൻ്റെ സഭയിലെ പണിക്കാരെ പോലെ നമുക്ക് മുന്നേറാം. ദൈവം തീർച്ചയായിട്ടും നമ്മുടെ ഭാരതത്തിലെ സഭയെയും സാർവത്രിക സഭയെയും അനുഗ്രഹിക്കും. നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് അവരിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ, ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടി, പ്രത്യേകിച്ച് അവർക്ക് പ്രായാധിക്യമാകുമ്പോൾ ഒരു കുടുംബം മറ്റൊരു കുടുംബത്തിന് വേണ്ടിയിട്ട്, ഒരു പ്രാദേശിക സഭ അല്ലെങ്കിൽ ഒരു രൂപത മറ്റൊരു രൂപതയ്ക്ക് വേണ്ടിയിട്ട് ഒക്കെ പരസ്പരം സമർപ്പണം ചെയ്തുകൊണ്ട് ഈ ഭാരതത്തിൽ നമ്മുടെ സമർപ്പണ ജീവിതം, ഈ വിശുദ്ധ കുർബാനയുടെ ചൈതന്യം പകർന്നുകൊണ്ടുള്ള നമ്മുടെ ജീവിതം നമുക്ക് തുടരാം. നമ്മുടെ പ്രയാണം ദൈവത്തോടൊപ്പമായിരിക്കട്ടെ. നമ്മുടെ മുമ്പേ പോയ വിശുദ്ധരായ പിതാക്കന്മാരുടെ മാതൃക നമുക്കുണ്ടായിരിക്കട്ടെ. ഈ ഭാരതത്തിൽ നമ്മുടെ സഭ മറ്റ് സഭകളോടൊപ്പം നിർവഹിക്കുന്ന ഈ പ്രത്യേക സാക്ഷ്യം എന്നും നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ഈ 82ാം പുനരൈക്യ വാർഷികത്തിൽ മലബാർ സഭയുടേതായിട്ടുള്ള എല്ലാ അഭിവാദനങ്ങളും ഞാൻ നേരുന്നു. പ്രാർത്ഥനാ ചൈതന്യത്തോടുകൂടി നിങ്ങളോടൊപ്പം ഞാനായിരിക്കുന്നു. നമ്മുടെ ഈ പ്രാർത്ഥനയിലുള്ള ഐക്യം, ഈ വിശുദ്ധ കുർബാന അർപ്പണത്തിലുള്ള ഐക്യം ലോകത്തിന് ഒരു കൂദാശയായി ഭവിക്കട്ടെ. നിങ്ങൾ സഭ ഐക്യത്തിൻ്റെ കൂദാശയാണ്. പുനരൈക്യം സഭ ഐക്യത്തിൻ്റെ ആഘോഷമാണ്. സഭ ഐക്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ആവശ്യം. അതിനുള്ള പ്രതിബന്ധങ്ങളെയാണ് മാറ്റേണ്ടതെന്ന് സാർവത്രിക സഭയുടെ ഉത്തരവാദിത്തമുള്ള സ്ഥലങ്ങളിലെല്ലാം അഭിമന്യ ഈ തിരുമേനിയോടൊപ്പം ഞാനും അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെ നമ്മളുടെ ഈ അവതരണങ്ങളെല്ലാം കൂടുതൽ ഫലപ്രദമായി തീരട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് സുവിശേഷവൽക്കരണത്തിന് സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതുണ്ട്, പൂർണ്ണമായ സ്വാതന്ത്ര്യം. ഒരു യുവാനിയോസ് പിതാവിനെ സ്വീകരിച്ച ആ സഭ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽ ഈ യുവാനിയോസിൻ്റെ മക്കളെ വിടേണ്ടത് ഒരാവശ്യമാണ്. അതുപോലെ തന്നെ മറ്റു വ്യക്തിഗത സഭകളിലെ മക്കളെയും അങ്ങനെ പരസ്പരം അംഗീകരിച്ച് ആദരിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നവസുവിശേഷവൽക്കരണ പാത അടുത്ത സിനഡിലൂടെ, ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന സിനഡിലൂടെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ സിനഡിൽ സംബന്ധിക്കുന്ന അഭിമന്യ ബസേലിയസ് മാർ ക്ലീമീസ് തിരുമേനിയോടൊപ്പം എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകളാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അങ്ങനെ സൂനകദോസിലെ എല്ലാ വിചിന്തനങ്ങളും നമ്മുടെ സഭകളുടെ നവീകരണത്തിനും സാർവത്രിക സഭയുടെ വിജയത്തിനും ഉപകരിക്കുമാറാകട്ടെ. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസമായിട്ട്, ആവശ്യങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർക്ക് സംതൃപ്തിയായിട്ട്, അതുപോലെ തന്നെ സന്തോഷങ്ങളിൽ മതിമറക്കാതെ മക്കളെ സമചിത്തതയോടുകൂടി നിലനിർത്തുന്നതിന് എല്ലാം നമ്മുടെ ശുശ്രൂഷ ഉപകരിക്കട്ടെ. അഭിമന്യ പിതാക്കന്മാരെ എൻ്റെ അഭിവാദനങ്ങൾ.
വൈദിക സഹോദരന്മാരെ, എൻ്റെ ആശംസകൾ. അതുപോലെ തന്നെ ആത്മായ വിശ്വാസികളായിട്ടുള്ള സഭയുടെ സമ്പത്തായ മക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളെ, യുവതി യുവാക്കന്മാരെ, നിങ്ങൾ സഭയുടെ പക്ഷത്തിൽ എപ്പോഴും ആയിരിക്കണം. നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾ ആശ്ലേഷിക്കണം. ഈ സഭയിൽ നിന്ന് കിട്ടുന്ന വചനത്തിൻ്റെ ശക്തി നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയും നിങ്ങളുടെ സമ്പത്തായിരിക്കണം. ലോകം നൽകുന്നതൊന്നും നിങ്ങളെ ഒരിക്കലും നിത്യമായ സൗഭാഗ്യത്തിലേക്ക് നയിക്കുകയില്ല. കർത്താവ് പാടുപീഡകൾ സഹിച്ചു മരിച്ചുത്ഥാനം ചെയ്ത് നമുക്ക് സമാധാനം നൽകിയെന്ന് വരികിൽ സഭയോട് ചേർന്ന് നിൽക്കുന്നതിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ ദുഃഖങ്ങളും വേദനകളും സഹനങ്ങളും എല്ലാം സമാധാനത്തിലേക്ക് നിങ്ങളെ നയിക്കും. സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ഈ വാക്കുകളെയെല്ലാം കർത്താവിൻ്റെ കൃപയോട് ചേർത്ത് അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് കാർഡിനൽ ജോർജ് ആലഞ്ചേരി തിരുമേനയുടെ സാന്നിധ്യവും പ്രാർത്ഥനയും തിരുവചന സന്ദേശവും നമ്മുടെ 82-ാം പനരിക്ക വാർഷികത്തെ കൂടുതൽ അനുഗ്രഹീതവും മഹത്തരവുമായിരിക്കുകയാണ്. സ്വാഗത സന്ദേശത്തിൽ മൊറോന്മാർ ബസേലിയോസ് ബാവാ തിരുമേനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുനരൈക്യ പ്രസ്ഥാനവുമായിട്ടുള്ള സുദൃഢമായിട്ടുള്ള ബന്ധം നമ്മുടെ സഭയുടെ വളർച്ചയിലുള്ള വലിയ പ്രോത്സാഹനം മാർത്താണ്ഡൻ രൂപതയുടെ അധ്യക്ഷനായിരുന്ന അഭിവന്യ യോഹന്നാൻ മാർ ക്രിസ്തോസ് തിരുമേനിയോടുള്ള പ്രത്യേക വാത്സല്യം, ഇതെല്ലാം അനുസ്മരിച്ചുകൊണ്ടാണ് വന്യാപിതാവ് നമ്മുടെ ഈ കൂട്ടായ്മയിൽ വചന സന്ദേശം നൽകിയത്. അദ്ദേഹത്തിൻ്റെ പണ്ഡിതോചിതമായിട്ടുള്ള പ്രഭാഷണം ദൈവശാസ്ത്ര ദർശനത്തോടും മാറിവാനിയസ് തിരുമേനിയുടെ പ്രത്യേകമായിട്ടുള്ള സഭയ്ക്ക് ശുശ്രൂഷയോടും ബന്ധപ്പെടുത്തി നൽകിയതായ അതിമനോഹരമായ ഈ സന്ദേശം നമ്മുടെ പിതാക്കന്മാരെ, പ്രത്യേകിച്ച് ദേവദാസനായ മാറിവാനിയസ് തിരുമേനിയെ മോശയോട് ഉപമിച്ചുകൊണ്ട് സിറിൽ ബസേലിയോസ് ബാവാ തിരുമേനിയെ ജോഷുവായുടെ സാന്നിധ്യത്തിൽ സഭയെ പ്രഭീകരിക്കുന്ന ശുശ്രൂഷയായി അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് മലങ്കര കത്തോലിക്ക സഭയെ ഭാഗ്യമോടെ നയിക്കുന്ന ബസേലിയോസ് ക്ലീവീസ് ബാവാ തിരുമേനിയെ രാജകീയ നേതൃത്വം നൽകിയ ദാവീദിനോട് ഉപമിച്ചുകൊണ്ട് നമ്മെ വിശ്വാസത്തിൻ്റെ വാതിലിലൂടെ മഹത്വമുള്ളവരായി കൂട്ടായ്മയിൽ വസിക്കുവാൻ നൽകിയ ഈ അനുഗ്രഹീതമായ സന്ദേശം 82-ാം പുനരൈക്യ വാർഷികം പൂർത്തിയാക്കുമ്പോൾ മലങ്കര മക്കൾക്ക് വലിയ അനുഗ്രഹത്തിൻ്റെയും ആവേശത്തിൻ്റെയും സഭാ വളർച്ചയുടെയും വലിയ സന്ദേശമായി തീരുമെന്ന് പിതാവെ ഞങ്ങൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മൊറോന്മാർ ബസേലിയോസ് ക്ലീമീസ് ബാവാ തിരുമേനിയുടെയും പത്തനംതിട്ട രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യ യോഹന്നാൻ മാർ ക്രിസ്തോസ് മെത്രാപ്പൊലീത്തായുടെയും മറ്റെല്ലാ പിതാക്കന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും ദൈവജനത്തിൻ്റെയും പേരിലുള്ള ഹൃദയംഗമായ നന്ദിയും സ്നേഹവും വന്യ കാർഡിനൽ തിരുമേനിക്ക് ഇവിടെ അർപ്പിക്കുകയാണ്. തിരുമേനിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രത്യേകമായി അർപ്പിക്കുകയും ചെയ്യുന്നു. Barkimos tomen galos Kurielaiso. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട്
കരുണയും മനോഗുണവും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ആദിമനീതിമാന്മാരുടെ കാഴ്ചകൾ സ്വീകരിക്കുകയും വിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാഗങ്ങളിൽ പ്രസാദിക്കുകയും ദീർഘദർശിമാരുടെ ബലികളിൽ സന്തുഷ്ടനാവുകയും ചെയ്ത ആരാധ്യനായ സത്യേക ദൈവമേ, നിനക്ക് സ്തുതി. നീ ശ്ലീഹന്മാരുടെ കുർബാനകളെ പൂർണ്ണമാക്കി ശുദ്ധീകരിക്കുകയും ഹാബേലിനും നോഹിനും മൽക്കീസദേക്കിനും നിന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അഹ്റോനും ശമൂവേലിനും നിന്നെ കുറിച്ചുള്ള സൂചന മുൻകൂട്ടി നൽകുകയും ചെയ്തു. ഏകനായി മാത്രം ഗ്രഹിക്കപ്പെടുകയും ത്രിത്വമായി വിശ്വസിച്ച് ഏറ്റുപറയപ്പെടുകയും ചെയ്യുന്ന കർത്താവിന് ദൈവീകമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും നാഴികകളിലും ഞങ്ങളുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബക്കുലഹുൻ യൗമോ സുദ്ഹായൻ ലൗൽ മീൻ. ബാറയ്ക്കുമോർ കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവം തമ്പുരാനേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യവും ബഹുലവുമായ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന നിന്റെ ഈ ജനം മുഴുവൻ്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനേതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളും വിശ്വാസികളുമാകുന്ന സകലപരേതരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടേതുമായ പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ നീ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിൻ്റെ നാഥനുമാകുന്ന മിശിഹാ തമ്പുരാനെ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ഞങ്ങളുടെ സഹായത്തിന് നീ എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് അനുയോജ്യവും നിനക്ക് പ്രീതികരവുമാകുന്ന ക്രൈസ്തവമായ സമ്പൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരേണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ നീ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പറയ്ക്കുമോർ ഞങ്ങളെ സൃഷ്ടിച്ച് ഈ ആയുസ്സിലേക്ക് നയിക്കുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ
നിയോഗിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരും സത്യത്തിന്റെ വചനം കുറ്റം കൂടാതെ കൈകാര്യം ചെയ്യുന്നവരും നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകരും ആയി തീരുവാൻ തിരുമനസ്സാകണമേ. ഈ വിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്ന ഞങ്ങളെ നിന്റെ കാരുണ്യ രേഖത്തിനൊത്തവണ്ണം സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപത്തിന്റെയും നിന്റെ ജനത്തിന്റെ അറിവില്ലായ്മയുടെയും പേരിൽ ഈ ബലി നിനക്ക് ഞങ്ങൾ അർപ്പിക്കുവാൻ യോഗ്യരായി തീരണമേ. സ്വർഗീയവും ആധ്യാത്മികവുമായ ബലിപീഠത്തിന്മേൽ പരിമളവാസനയായി ഇതിനെ അംഗീകരിക്കണമേ. കനിവുണ്ടായ നിന്റെ കൃപയും ഉത്തമനായ നിന്റെ റൂഹായുടെ ശക്തിയും ഞങ്ങൾക്ക് അയച്ചു തരണമേ. കർത്താവേ, ഞങ്ങളെ തൃക്കൺ പാർത്ത് നീതിമാനായ ഹാബേലിന്റെ കാഴ്ചയും നോഹിന്റെ ബലിയും അബ്രഹാമിന്റെ ആദ്യഫല സമർപ്പണവും മോശയുടെയും അഹറോന്റെയും ആചാര്യ ശുശ്രൂഷയും ശമൂവേലിന്റെ രമ്യയാഗങ്ങളും കൈക്കൊണ്ട പ്രകാരം ഞങ്ങളുടെ അടുത്തേക്ക് തിരിഞ്ഞ് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. വിശുദ്ധ സ്ലീഹന്മാരുടെയും പിതാക്കന്മാരുടെയും സത്യോപദേഷ്ടാക്കളുടെയും ശുശ്രൂഷ സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ പാപപങ്കിലങ്ങളായ കൈകളിൽ നിന്ന് ഈ ധൂപം സ്വീകരിക്കണമേ. ദൈവമായ കർത്താവേ, കളങ്കരഹിതമായ ഈ ബലി നിനക്കർപ്പിക്കുവാനും പ്രതിഫലത്തിന്റെ ദിവസത്തിൽ നിന്റെ അഭിഷിക്തന്റെ കരുണ മൂലം വിശ്വസ്തരും വിവേകികളുമായ ഭവന വിചാരകന്മാരോടുകൂടെ പ്രതിഫലം പ്രാപിക്കുവാനും കൃപയാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. പാറയ്ക്കുമോർ ഓശോ ബബകുലു സുബാലോൽമീൻ. കർത്താവ് അങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. Abo Kadisho Kadis Bro Kadisho അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളിലും ഇന്നും എന്നേക്കും മനസ്സലിവ തോന്നി ബലഹീനനും പാപിയുമായ ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിച്ച് സ്വീകരിക്കുന്നവനാകുന്നു. ബദ്രൈഹുനൽമേലോലം ഉൽമീൻ. ബാറയ്ക്കുമോർ ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും
കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയാലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസിദ്ധിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടിനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെ ജയിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായി ജീവനും വിശുദ്ധിയുമുള്ള കാതോലികവും സ്നേഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചു പോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ും സമയവിതാ മോചിക്കും നാഴിക ഇതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്റെ കരുണാ സമയം. സ്വർണ്ണനാവുകാരനായ ജോൺ ക്രിസോസ്റ്റം മാർ യുവാനിയോസ് എന്ന വലിയ സഭാപിതാവിൻ്റെ അനാഫറയാണ് ഈ പരിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുക. വലിയവനും അനാദ്യന്തനുമായ ദൈവമേ, നീ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവുമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകുകയും ലോകത്തെ കരുണാപൂർവം സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബർക്കുമോർ ശ്ലോമോ അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും
ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകി കർത്താവിൻ ശ്ലോമോ നന്ദി വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കേണം തൻ ശ്ലോമോയും നൽശൈലോയും നമ്മെ കാക്കട്ടെന്നാളും തൻ ശ്ലോമോയും നൽശൈലോയും നമ്മെ കാക്കട്ടെന്നാളും. പാർക്കുമോർ കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. O Lord, let your right hand full of blessing rest upon your servants and your worshippers who bow their heads before you. We will offer praise and thanksgiving to you and to your only begotten Son and to your Holy Spirit, now and always and forever. O Lord, strengthen us that we may offer you this spiritual and bloodless sacrifice on account of the sins and iniquities of your flock. By this sacrifice, wholly forgive our transgressions and offenses. We will offer praise and thanksgiving to you and to your only begotten Son and to your Holy Spirit, now and always and forever. പാർക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അതീതരുമായ സകല സ്വർഗീയ നിഗണങ്ങളും നിരകളും സേനകളും നിർവചിക്കുവാനാവാത്ത വാക്കുകളാൽ ഇടവിടാതെ വിജയകീർത്തനമാലപിച്ചുകൊണ്ട് ഉച്ചത്തിൽ സ്തുതിക്കുന്ന മഹോന്നതനെ നമുക്കും മഹത്വപ്പെടുത്താം. ശുദ്ധൻ 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 സർവശക്തൻ സർവശക്തൻ യഹോവ തന്നോടെ മഹിമാവാ വാഴും ഭൂവും സമ്പൂരിതമാ യഹോവ തന്നോടെ മഹിമാവാ വാഴും ഭൂവും സമ്പൂരിതമാ ഹോശാന ഹോശാന വാനിടത്തിൽ ഹോശാന 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 വാനിടത്തിൽ ഹോശാന കർത്തൻ തൻ ദിവ്യനാമത്തിൽ വന്നോനിനി വരുവോൻ ധന്യൻ കർത്തൻ തൻ ദിവ്യനാമത്തിൽ വന്നോനിനി വരുവോൻ ധന്യൻ ദൈവത്തിനു മഹത്വം വാനിടത്തിൽ ഹോശാന ദൈവത്തിനു മഹത്വം വാനിടത്തിൽ ഹോശാന
സ്നേഹപൂർവ്വം ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്യുകയും ഞങ്ങളെ രക്ഷിക്കുവാനായി സ്വയം പരിത്യജിച്ച ശരീരത്തിൽ പീഡയേൽക്കുകയും ചെയ്തു. പീഡാനുഭവത്തിന്റെ ആ രാത്രിയിൽ അവൻ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഇതിൽ നിന്ന് ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്നു. വൽഹായേ ദലോലമുൽ മീൻ. പ്രകാരം തന്നെ അവൻ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തമാകുന്നു. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. വൽഹായേ ദലോലമുൽ മീൻ. ഈ വിശുദ്ധ രഹസ്യത്തിൽ പങ്കുകൊള്ളുമ്പോഴെല്ലാം എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നത് വരെ നിങ്ങൾ അനുസ്മരിക്കുവിൻ എന്ന് നമ്മുടെ കർത്താവ് തന്റെ സ്ലീഹന്മാരോട് കൽപ്പിച്ച അരുളി ചെയ്തു. ഉദാമോദോസൈനോ കുറ്റക്കാരുമെങ്കിലും നിന്റെ ദാസരായി ഞങ്ങൾ രക്ഷാകരമായ നിന്റെ എല്ലാ ദൈവിക വ്യാപാരങ്ങളെയും ഭയങ്കരവും മഹനീയവുമായ രണ്ടാമത്തെ വരവിനെയും ഓർമ്മിക്കുന്നു. ഇതിനെക്കുറിച്ച് പരിഭ്രമിച്ചു തുടങ്ങിക്കൊണ്ട് ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുടെ പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനേ, ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാറയ്ക്കുമോ എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടി പ്രാർത്ഥിപ്പീ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട്
ഉത്തരമരുളണമേ. കർത്താവേ,